ഹായ് ഗായ്സ്, നമ്മളങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ചുമ്മാ വാക്കിങ്ങിൽ ഇറങ്ങിയത് അങ്ങോട്ട്. എടാ ഇവിടെ എന്തുവാടാ എനിക്ക് നല്ല എനിക്ക് വിശക്കുന്നുണ്ടോ? എന്തേലും കഴിച്ചാലോ? ഇവിടെയുള്ള മറ്റേ ഇതാ മോമോസോ. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ളൂ. നല്ല സീനറിയോടെ നമുക്ക് എന്താണെങ്കിലും കഴിക്കാട്ടെ. ഇവിടെ മൊമോസ് കഴിക്കട്ടെ. മൊമോസ് ചുമ്മാ പുറത്തിറങ്ങിയതല്ല, ശക്തിയുള്ള സ്പോട്ടാണ്. ഡെഫിനറ്റ്ലി കസോൾ ഒരിക്കൽ കൂടെ വരേണ്ടി വരും ഇങ്ങോട്ടേക്ക്. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തിലേക്കാണ് ഞങ്ങൾ ലാസ്റ്റത്തെ ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 2 ദിവസം ഞങ്ങൾ ഇവിടെ ആയിരിക്കും. ഓക്കെ, നമ്മളിത് ഓർഡർ കൊടുത്തോ? ഓക്കെ, നമ്മൾ മോമോസോടെ കൊടുത്തായിരുന്നു, ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടാക്കുന്നുണ്ട് ചായ, മോമോസ്. കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഒരു വൈബ് അടിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാട്ടോ ഇത്. അത് ഡ്രിങ്ക്സ് ആണെങ്കിലും ശരി, ഫുഡ് ആണെങ്കിലും ശരി, ഇവിടെ എന്താണെങ്കിലും വൈബ് അടിച്ച് കഴിക്കാം. സ്പൈസി സ്പൈസി ഓർഡർ ചെയ്തിരിക്കുന്നത് കഴിച്ചു നോക്കാൻ എനിക്ക് പറഞ്ഞു. ഓക്കെ, അത് കിട്ടിയായിരുന്നു. കഴിച്ചു നോക്കടാ. ഫ്രൈഡ് കിട്ടുമല്ലോ ഇവിടെ, ഫ്രൈഡ്. അതോ അത് ചൂട്. നൈസായിട്ട് കിട്ടും സാധനം. ടേസ്റ്റാടാ. ഓക്കെ, ഞങ്ങളപ്പോൾ അത് നിന്ന് ഫിനിഷ് ചെയ്തോട്ടെ. പിന്നെ മോമോസൊക്കെ കഴിച്ചോട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻസ് നല്ല എരിവും, അതുപോലെ തന്നെ നമ്മുടെ അവിടെ കിട്ടുന്നതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ അവിടെ ഉണ്ടായിരുന്നേ. ഇതെന്താ ടിക്കറ്റ് നോക്കി നമ്മൾ ഫസ്റ്റ് നോക്കി. പിന്നെ ഹിപ്പി ലാൻഡ്, പിന്നെ നമ്മൾ ഹിപ്പി ലാൻഡ് വേണ്ടാന്ന് വെച്ചു. കാരണം എന്താന്ന് പറഞ്ഞാൽ അതില് ഒരു ഇന്നത്തെ ട്രാൻസ് മാത്രമേ ഉള്ളൂ അല്ലേ, ഹിപ്പി ലാൻഡ് ട്രാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ കോസ്മിക് കസ്റ്റർ നമ്മുടെ അടുത്തേക്ക് ഇതാ കോസ്മിക് കസ്റ്റർ. ഇതിലാകുമ്പോൾ 3 ഉണ്ട്. നമുക്ക് സൈ, ഡയമൻസ് പ്രോ ഉണ്ട്, പ്ലേ ഔട്ട്, പിന്നെ അങ്ങനെ 3 ഉണ്ട്. ഒന്ന് ബോളിവുഡ്, ട്രാൻസ്. ഓക്കെ ഓക്കെ, 29th ഇന്നുണ്ട്. ഇപ്പം ഇന്ന് വൈകുന്നേരത്ത് അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. 2 ദിവസം നമുക്ക് അവിടെ പരിപാടി ഉണ്ട് കേട്ടോ. കോസ്മിക്കല്ലേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്. നമ്മളപ്പോൾ അത് പിന്നെ ഇവിടെ എല്ലാവരും ഫുൾ ചില്ലിങ്ങും വൈബിങ് കേട്ടോ. എത്ര പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലും ഫുൾ ഫ്രീഡാണ്. എത്ര ടെൻഷനുള്ള ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വന്നാൽ അവരുടെ ഫ്രീ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആക്ച്വലി ഗോവയെക്കാളും പ്രിഫർ ചെയ്യുന്നത് ഈ സ്ഥലമാണ്. ഗോവ ക്രൗഡാ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ലിമിറ്റഡ് ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ വേറെ രസമായിരിക്കും. എല്ലാ സ്ഥലത്തും വൈബിങ്ങാ. ഫുൾ ടീം മ്യൂസിക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന എല്ലാവിടെയും ഫുൾ എല്ലാവരും ചില്ല് ചെയ്തുകൊണ്ടിരിക്കും. അത് കോസ്മിക് ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നില്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോസ്മിക് അല്ല, കസോളിലോട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഒടുക്കത്തെ അനുഭവം തന്നെയായിരുന്നു. വന്നപ്പോൾ തന്നെ മൈൻഡ് ഓക്കെ ആയിരുന്നു. ഓക്കെ, ഭയങ്കരമായിട്ട് സാറ്റിസ്ഫിക്കേഷൻ ഫീൽ ആയിരുന്നു നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് കസോൾ രക്ഷയില്ല. ഉറപ്പായിട്ട് കസോള് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ എന്തായാലും കസോൾ വരും. കാശ്മീരിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കസോളാട്ടോ. അടിച്ചു പൊളിക്കാൻ കാശ്മീരിൽ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അടിച്ചു പൊളിക്കാനായിട്ട് നമുക്ക് കസോളാണ് അടിപൊളി കേട്ടോ. നമ്മൾ മറ്റേ പാലത്തിന്റെ മേലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല ഇതിൽ കൂടെ നടക്കാൻ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിപ്പോ പതുക്കെ ചില്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞ പുറത്തോട്ട് ഇറങ്ങിയതാ. എന്തെങ്കിലും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാലത്തോട്ട്. പക്ഷെ അപ്പോൾ എന്തെങ്കിലും ഒക്കെ മേടിച്ച് കഴിക്കാന്ന് പറഞ്ഞത് ഇപ്പോൾ മൊമോസ് കഴിച്ച്. അപ്പോൾ വിശപ്പിന് കുറച്ചൊരു ശമനം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇതേ ഒരു ബ്ലാക്ക് ടീ അടക്കുന്നുണ്ട് താഴെ. ഓക്കെ. അയ്യോ, ഇതൊരു വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്നത്. ഇതേ താഴെ കൂടെ നടന്നു വന്നുണ്ടോ? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി അങ്ങനെ ഇറങ്ങി ഇവിടെ ബ്രിഡ്ജിലൂടെ ഇന്ന് കയറി പിന്നെ അത് അവിടെ ചുറ്റും പാറ്റ് നടക്കുന്നുണ്ടേ. ഇത് ആ കാണുന്ന അവിടെ ഇത് കാണുന്നുണ്ടോ? അവിടെ പാറ്റ് നടക്കുന്നുണ്ട്. അത് ഒരു പാർട്ടിയല്ലേ. ഇത് വേറൊരു പാർട്ടി അവിടെ അവിടെ ഇതേ ഇതിൻ്റെ പേരെന്തുവാടാ? ആ പാർവതി ശങ്കരില്ല എന്താ ശങ്കരില്ല ശങ്കരില്ല ഫെസ്റ്റിവൽ. ഓക്കെ, അങ്ങനെ ഇഷ്ടം പോലെ ഫെസ്റ്റിവൽ കേട്ടോ ഇവിടെ ചുറ്റും ഫെസ്റ്റിവലാ. ട്രാൻസ് വൈബ് ആഗ്രഹിച്ച് വരുന്ന എല്ലാവർക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാം. കാരണം പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ്. ഞാൻ അത് കണ്ടിട്ടുള്ള ത്രില്ലിലാണ് നിൽക്കുന്നത്. ആക്ച്വലി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് മേ ബി സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്കിപ്പോൾ ഫീൽ ആവുന്നത്. പിന്നെ നൈറ്റ് ഒന്ന് അവിടെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്നും ഇവിടെ കിട്ടും. ക്ലിയർ ആയിട്ടുള്ളൊരു വിഷയം. ഓക്കെ, നമ്മൾ റോഡ് എത്തിയിട്ട് ചെറിയൊരു തണുപ്പ് വെള്ളം കേട്ടോ അവിടെ. സമയം പക്ഷേ 2 മണിയോ 3 മണി എന്തോ ആയിട്ടുണ്ട്. 3 മണിക്ക് ചെറിയൊരു തണുപ്പുണ്ട്. ഇനി രാത്രി അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പ് വരും കേട്ടോ. ആൻഡ്രോയിഡ് പ്രകാരം ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 17 ഡിഗ്രി. ഗുന്തറിലെ നമ്മൾ ഗുന്തറിലല്ല, ഗുന്തറാണ് ഇതിൻ്റെ അടുത്ത സ്ഥലം. ആക്ച്വലി 12 ഡിഗ്രി 12 ഡിഗ്രി കുളു. ആക്ച്വലി നമുക്ക് കുളുവിലാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 12 ഡിഗ്രി കേട്ടോ. അയ്യോ, ഇത് ടെൻറ്റ് കാണുന്നുണ്ടോ ഇവിടെ? ഇങ്ങനെ ടെൻറ്റ് അടിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ ടെൻറ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ കാറ് സെറ്റായി നിൽക്കുവാണേ. അപ്പോൾ ആളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അതും ചെയ്തെടുത്തോട്ടെ. മെട്രക് റിവർ സൈഡ് ക്യാമ്പ് കസോൾ കെറ്റകള. ആണെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാട്ടോ അത്, കെറ്റകള മെട്രക്. പോലീസെല്ലാം കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ അതിൻ്റെ അങ്ങനെ ആള് കാറ് പുറത്തെടുത്ത് ഓക്കെ ആയിട്ടാണ് ആളങ്ങനെ അവിടെ നിന്ന് എടുത്ത് വിചാരിച്ച ചേച്ചി വരുന്നുണ്ട്. എനിക്കിങ്ങനെ പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു പോകാം. ആടാ ഒരു സിഗരറ്റ് കൊടുത്തേ. ഞങ്ങളിപ്പോൾ നീരടിക്കാൻ വിത്ത് പീനട്ട് ബട്ടർ. ഒരു വെറൈറ്റി കോംബോ. പീനട്ട് ബട്ടർ ടോസ്റ്റ്. ബട്ടർ ടോസ്റ്റ് ആക്ച്വലി ഒരു വെറൈറ്റി കോംബോ പിടിച്ചതാണ്. പിന്നെ ഫസ്റ്റ് കാണിച്ചു തരേണ്ട ഒരു സാധനം നമ്മൾ ഇരുന്ന് അടിക്കുന്ന വൈബ് എങ്ങനത്തെയാണെന്നുള്ളതാണ്. ഒന്ന് കാണിച്ചു കൊടുത്തരാം. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരാന്നുണ്ടെങ്കിൽ നമുക്ക്
രണ്ട് സൈഡും ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അത് ഇവിടെ ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയ പ്ലേസ് ആട്ടോ. നമ്മൾ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബട്ടർ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമുക്കിവിടെ ചില്ലി ചെയ്തിട്ടുള്ള ബീറിൻ്റെ ആവശ്യമില്ല. അവർ ശരിക്കും സ്ട്രൈറ്റ് ബോക്സിൽ നിന്ന് എടുത്ത് തരുന്നതാണ്. പക്ഷെ ഭയങ്കര ചിൽഡ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണുള്ളത്. പിന്നെ ഇവിടെ നമ്മളുടേതായിട്ടുള്ള ബഡ്വൈസറും പിന്നെ ഇവിടുത്തെ ലോക്കൽ ബീഫാണ് അവൈലബിൾ ഉള്ളത്. ലോക്കൽ ബീഫ് അത്യാവശ്യം 14% ആൽക്കഹോൾ കണ്ടന്റ് എന്നൊക്കെ വെച്ച് പറയുന്നുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പക്ഷെ അത് ഇവിടെ നോർമലി എല്ലാ വൈബിനുള്ള ഇതിലും ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത് പാർട്ടി വൈബിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. വേണ്ടവർ ഇങ്ങോട്ട് വരാം, അടിച്ചോളിക്കാം. അപ്പോൾ ബൈ. ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഓണാക്കട്ടെ.